അമ്പലമുക്ക് വിനീത കൊലക്കേസിന്റെ വിധി ഇന്നായിരുന്നു. അമ്പലമുക്കിൽ ഒരു ചെടിക്കട ജീവനക്കാരിയായിരുന്നു വിനീത. അവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആള് വിനീതയുടെ ബാക്കിൽ വരികയും വന്നിട്ട് കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു. അപ്പോൾ ഇയാളെ ഉദ്ദേശം വേറൊന്നുമല്ലായിരുന്നു, സ്വർണവും പണവും മാത്രം. വേറൊരു വ്യക്തി വൈരാഗ്യമോ ഒന്നും ഇല്ലായിരുന്നു. വിനീതയ്ക്ക് ഒന്ന് വിളിക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ തന്നെ കുത്തിയ വഴിക്ക് തന്നെ വിനീത മറിഞ്ഞു വീഴുകയും അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. കോവിഡിന്റെ സമയത്തായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആളുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. വിനീതയ്ക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. ഈ മക്കളെയൊക്കെ നോക്കിയിരുന്നത് ഇതിൻ്റെ വിനീതയുടെ അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛനും കൂടെയാണ് ഈ കുട്ടികളെ നോക്കിയത്. +2 പഠിക്കുന്ന ഒരു മകനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും. എന്നത്തെയും പോലെ ജോലിക്ക് വന്ന് ജോലി ചെയ്യുന്നു. പാവം തിരിച്ച് വീട്ടിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ കാണുമല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഈ ദുഷ്ടനായ യവൻ, ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആള് തമിഴ്നാട് സ്വദേശിയാണ്. ഇയാള് ഇതിനു മുൻപും ഈ വിനീതയെ കൊല ചെയ്യുന്നതിന് മുമ്പും 3 കൊലപാതകം ചെയ്ത ഒരാളാണ്. കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും മോളെയുമാണ് കൊന്നത്. 3 പേരെയും കൊന്നു. ഇയാൾ അകത്താവുകയും കുറേ നാളിങ്ങനെ കിടന്നിട്ട് അയാളെ തീറ്റിപ്പോറ്റി ഇറക്കി വിടുകയും ചെയ്തു. ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം എല്ലാം പറഞ്ഞാണ് ഇറക്കിയത്. പക്ഷേ ഇയാൾ അതനുസരിച്ചില്ല. ഇയാൾ വന്നിട്ട് ഈ വീണ്ടും കൊല്ലണം എന്നുള്ളൊരു ക്രിമിനൽ മൈൻഡോട് കൂടി വന്നതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. അപ്പോഴേ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ. ഇയാൾക്ക് പണം സമ്പാദിക്കണം, അത് ബാങ്കിലിടണം, അങ്ങനെ ഇട്ടുകൂട്ടണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ശീലമായിരുന്നു ഇയാൾക്ക്. അങ്ങനെയാണ് ആദ്യത്തെ കൊല നടത്തിയത്. അവിടെ നിന്നും പണവും സ്വർണവും ഈ ഒരു ഉദ്ദേശം. ഇപ്പോൾ രണ്ടാമതും വിനീതയുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. വിനീതയുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു, ഒരു വലിയൊരു മാല, 4 എത്രയോ പവൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു. ഈ മാല ലക്ഷ്യമിട്ടാണ് ഇയാൾ ബാക്കിൽ കൂടി വരികയും വന്ന് കുത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ വിനീത മരിച്ചു. ഇന്നങ്ങനെ കോടതി വിധി വന്നിരിക്കുകയാണ്. മഞ്ചൂർ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരു ശാസ്ത്രീയ തെളിവുകളോ അങ്ങനെ ഒന്നുമില്ലാതെ പോലീസ് കേസ് വാദിച്ച ഒരു കേസായിരുന്നു ഇത്. വിനീതയെ കൊല്ലണ സമയത്ത് ഇയാളെ ഈ രാജേന്ദ്രൻ്റെ കൈ ഒന്ന് മുറിയുകയും ആ മുറിഞ്ഞ ബ്ലഡ് അവിടെ ഭിത്തിയിലോ കണ്ട ഒരു ശകലം പറ്റുകയും അതിൽ നിന്നുള്ള ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ഇയാളാണെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് ഇത്രത്തോളം തെളിഞ്ഞത്. രാജേന്ദ്രൻ്റെ വിധി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ പിഴ നൽകണമെന്ന് പറഞ്ഞു. ഈ 8 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ വിനീതയുടെ 2 മക്കൾക്കായി 4 ലക്ഷം രൂപ. അപ്പം അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പം 4 പേരെ രാജേന്ദ്രൻ കൊന്നെങ്കിലും 3 സ്ത്രീകളായതുകൊണ്ടാണ്, കോടതി പറഞ്ഞതാണ്, 3 സ്ത്രീകളായതുകൊണ്ട്, ഇപ്പോൾ ഒരു പുരുഷനല്ലേ കൊന്നിട്ടുള്ളൂ, അപ്പം കൊന്നതിൽ 3 സ്ത്രീകൾ, ആ 3 സ്ത്രീകൾ ആയതുകൊണ്ടുമാണ് കോടതി ഇങ്ങനെ വിധിച്ചെന്നാണ് പറയുന്നത്. അഫാൻ കൊന്നത് മൊത്തത്തിൽ 6 പേരെ തട്ടായിരുന്നു. അതിൽ 5 പേര് മരിച്ച്, അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ട്. അപ്പം അതിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? 3 സ്ത്രീകളുണ്ടായിരുന്നു. 3 സ്ത്രീയും 2 പുരുഷനും. അപ്പോഴേ അഫാന് വധശിക്ഷ കിട്ടൂലേ? ഞാൻ പറയണത് ഇങ്ങനെ ചെയ്യണം. ഒരാളിനെ കൊന്നാലും 5 പേരെ കൊന്നാലും അവന്മാർക്ക് വധശിക്ഷ കൊടുക്കുകയും വേണം. യവന് വധശിക്ഷയെന്നും പറഞ്ഞും കൊണ്ട് ഇനി ഇട്ട് തീറ്റിപ്പോറ്റും. ഇപ്പൊ യവന്മാരെന്തരി ഒരേ സ്ഥലത്ത് നിന്ന് 1, 2, 3 ഒക്കെ കൊലപാതകം നടത്തും. യവന്മാര് വിചാരിക്കും, ഓ ഇപ്പൊ 3 സ്ത്രീകളെ കൊന്നാലല്ലേ അത് വധശിക്ഷ കിട്ടുള്ളൂ എന്ന് വിചാരിക്കൂലേ? 3 സ്ത്രീ ആയാലും 3 പുരുഷനായാലും ജീവനെല്ലാം ഒരേ വിലയാണ്. അപ്പോഴെന്ത് ചെയ്യണം? ഒരുത്തനെ കൊന്നാലും വധശിക്ഷ അപ്പോൾ തന്നെ നടപ്പിലാക്കണം. അവിടെ കോട്ടയത്ത് നടന്ന് ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. കോടാലിക്ക് വെട്ടിക്കീറി വധശിക്ഷ കൊടുക്കണം. അതുപോലെ അഫാൻ ചെയ്തതിന് അവനും വധശിക്ഷ കൊടുക്കണം. ഇതുപോലെ എത്ര കേസുകൾ. 3, 4 കൊലപാതകം ചെയ്തിട്ട് ആളുകൾ ജയിലിൽ കയറി അവിടെ കുറച്ച് നാൾ കിടന്ന് തിന്ന് കുടിച്ച് ഇറങ്ങിയതിന് ശേഷം
വീണ്ടും ഇവർ കൊല്ലുകയാണ്. അപ്പോഴെന്തോന്ന് ചെയ്യണം? ഒരെണ്ണത്തിനെ കൊല്ലുമ്പോൾ തന്നെ അവന്മാരെ തൂക്കി കൊല്ലണം. നമ്മുടെ നിയമം അതായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കും, ജയിലിൽ നിന്ന് വീണ്ടും ഇറങ്ങും, വീണ്ടും ഇതുപോലെ കൊല്ലാൻ നടക്കൂലേ അവന്മാർ. അപ്പം അങ്ങനെ ആവരുത്. പെണ്ണായിരുന്നാലും ഒരാണായിരുന്നാലും ജീവനെല്ലാം ഒന്നാണ്. കൊല്ലണം. പെണ്ണിനായിരുന്നാലും അങ്ങനെ തന്നെയാണ്, ആണിനായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ അതുപോലെ കൊല്ലണം. എങ്കിലേ അവർക്ക് പേടി കാണുള്ളൂ. ആ ഒരു നിയമം വരണം. എങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ.